ഇന്ന് നല്ല ടേസ്റ്റോടു കൂടിയും വഴുവഴുപ്പില്ലാതെയും നല്ല ഡ്രൈ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്ക തോരൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമോ അതിനനുസരിച്ചുള്ള വെണ്ടക്കായ കഴുകി വൃത്തിയാക്കിയ ശേഷം ഒന്ന് തുടച്ചെടുക്കുക. ഇനി നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ഒക്കെ ഒന്ന് ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും ചേർത്ത് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ ക്രഷ്ഡ് ചില്ലി ചേർത്തിട്ടുണ്ട്, അത് കാരണമാണ് മുളക് പൊടി 1/2 ടീസ്പൂൺ മാത്രം ചേർക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായി പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്കായ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതും വെണ്ടക്കായും പൊടികളും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. വല്ലാതെ കയ്യിലോണ്ട് അങ്ങോട്ട് നല്ലോണം ഇങ്ങനെ ഇട്ട് ഇളക്കണ്ട. നമുക്കിങ്ങനെ കുറച്ചൊന്ന് ഈ പാനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അത് നല്ലപോലെ മിക്സാവും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാളയും വെണ്ടക്കായും കൂടിയിട്ട് നമുക്കൊന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട്, അതായത് അടച്ച് വെക്കേണ്ട, ഇങ്ങനെ വെച്ചിട്ട് തന്നെ ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക്, നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിരകിയ നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതും നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. പൊടികളും വെണ്ടക്കായും സവാളയും എല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ആകുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്കിതിങ്ങനെ നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിനധികം വഴുവഴുപ്പൊന്നുമില്ല, നല്ല ഡ്രൈ ആയിട്ട് തന്നെ വെണ്ടക്കായൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു തോരൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.